എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ യശസ്വി പ്രധാനമന്ത്രി ലോകാരാധ്യൻ ശ്രീ നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം കന്യാകുമാരി ശ്രീ വിവേകാനന്ദ കേന്ദ്രത്തിൽ ധ്യാനമിരിക്കാൻ വന്നത് മുതൽ തുടങ്ങിയ ചിലരുടെ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും ശമിച്ചിട്ടില്ല. 2014 തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ധ്യാന നിമഗ്നനായിരുന്നു. 2019 ഹിമാലയ സാനുക്കളിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായി ഇരിക്കുകയുണ്ടായി. ഇതൊക്കെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരാൻ കാരണവുമായിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ പ്രാർത്ഥന, അവരുടെ സൗഖ്യം, അവരുടെ സന്തോഷം ഒക്കെ ഭഗവാനിൽ അർപ്പിക്കുവാൻ പ്രചാരണങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാനനീയ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് കന്യാകുമാരിയിലെ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം തന്നെയാണ്. അവിടെ വിവേകാനന്ദ സ്മാരകത്തിലെ ധ്യാന മുറിയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ ധ്യാന നിമഗ്നനായി ഇരിക്കുകയാണ്. ലോകത്തിൻ്റെ സൗഖ്യത്തിനും ലോകരുടെ സൗഖ്യത്തിനും പ്രത്യേകിച്ച് ഭാരതീയരുടെ ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അർപ്പിക്കുന്ന സമയത്ത് ഇവിടെ തോൽവി രുചിച്ചറിഞ്ഞ പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. വരുന്ന 4-ന് റിസൾട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനം ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ചില വിദ്വാൻമാരുടെ മുഖത്തെ ആ ഒരു കരിനിഴൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ആധ്യാത്മികതയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭാരതത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്കേവർക്കും വിശേഷാൽ പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 10 വർഷം രാജ്യം കൈവരിച്ച പുരോഗതി അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ആധ്യാത്മികതയുടെ മാസ്മരിക ശക്തി നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മെ തിരിച്ചറിയിച്ചിരിക്കുന്നു. സന്യാസി ശ്രേഷ്ഠരാൽ സമ്പന്നമായ ഭാരതത്തിൽ അവരുടെ ഓരോ ചലനങ്ങളും സശ്രദ്ധം വീക്ഷിച്ച് അതിനനുസൃതമായി മുന്നോട്ട് നീങ്ങുന്ന സന്യാസി തുല്യനായ നമ്മുടെ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആ നാം ഓരോരുത്തർക്കും ഇടയിൽ നിന്ന് ചില അസുര വിത്തുകൾ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ ചിരി വന്നുകൂടായികയില്ല. പക്ഷേ രാജ്യത്തിനെ വിഘടിപ്പിക്കാനും രാജ്യത്തിനെ ഇഷ്ടപ്പെടാനും സഹിക്കാനും ഒക്കെ ത്രാണിയില്ലാത്ത ചില അസുരവർഗങ്ങൾ ഇതിനെയൊക്കെ ആക്ഷേപത്തോടുകൂടി കാണുമ്പോൾ വരുന്ന 4-ന് തെരഞ്ഞെടുപ്പിൻ്റെ വിജയമന്ത്രം ഇവിടെ കാഹളമായി മുഴങ്ങുമ്പോൾ ഇവരൊക്കെ ഹൃദയസ്തംഭനത്താൽ ആശ്ചര്യത്താൽ നമ്മെ നോക്കിക്കാണുന്നുണ്ടാവും. ഭാരതത്തിൻ്റെ വിജയത്തിന്, ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒക്കെ ആവശ്യമായ ധ്യാനം, അതും ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ മാനനീയ പ്രധാനമന്ത്രി തന്നെ ഇരിക്കുമ്പോൾ ഇത് ചില ആൾക്കാർക്ക് അസ്വാരസ്യം പകരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ലോകത്തെവിടെയും തങ്ങളുടെ പണവും സർക്കാരിൻ്റെ പണവും ചിലവഴിച്ച് സുഖസൗഖ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് രാഷ്ട്രത്തിന് വേണ്ടി, അവരുടെ ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രി തൻ്റെ സമയം ചിലവഴിക്കുന്നു, അത് ആഹാരവും ഒക്കെ ത്യജിച്ച് ധ്യാന നിമഗ്നനായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇത്രയും ക്ഷേമ ഐശ്വര്യങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുമ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ മാറ്റി പറയും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്രയൊക്കെ സാഹസികപരമായി ആഹാരം പോലും ത്യജിച്ച് 2 ദിവസം ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും നമ്മുടെയൊക്കെ ക്ഷേമം തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി, പ്രത്യേകിച്ചും കേരള മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകൾ അത്ര സുഖകരമൊന്നുമല്ല. വരുന്ന 4-ാം തീയതി ഈ അസുഖകരമായ നിങ്ങളുടെ മാധ്യമ സമ്പ്രദായം റിസൾട്ട് പുറത്തു വരുന്നതോടെ വെളിച്ചത്താകുമെന്ന് സ്പഷ്ടം. നിങ്ങളുടെയൊക്കെ ചാനലുകളും നിങ്ങളുടെയൊക്കെ പത്രങ്ങളും ജനം ബഹിഷ്കരിക്കുന്ന കാലം അതിവിദൂരമല്ല. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് തുച്ഛമായ സീറ്റുകൾക്ക് വേണ്ടി, 7-ാം ഘട്ടത്തിലെ സീറ്റുകൾക്ക് വേണ്ടി ചില കോപ്രായങ്ങൾ പറഞ്ഞും കാണിച്ചും നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് ജനങ്ങൾക്ക് തീർച്ചയായും തിരിച്ചറിയുവാൻ കഴിയും. ഞങ്ങളെപ്പോലെ സാധാരണക്കാർ, രാഷ്ട്രത്തിന് വേണ്ടി തൻ്റെ ജീവിതം പോലും മാറ്റിവെക്കുന്ന സാധാരണക്കാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്
ഏറെ സന്തോഷകരമായ കാര്യം. ഭാരതത്തിലെ 100 കോടി ജനങ്ങളെങ്കിലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. ബാക്കി ചില അപൂർവം അസുര ജന്മങ്ങൾക്ക് ഭാരതത്തിൻ്റെ പ്രഗതി ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മയൊക്കെ നശിപ്പിക്കാനിറങ്ങിയ ചില ശക്തികളുടെ പിന്തുടർച്ചാവകാശികൾ ഇന്ന് രാജ്യത്തിൻ്റെ സമത്വവും രാജ്യത്തിൻ്റെ ഏകത്വവും സാഹോദര്യവും ഒക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എവിടുന്നോ കിട്ടുന്ന ചില സാമ്പത്തിക ഭദ്രതയുടെ മുന്നിൽ അവർ രാഷ്ട്രത്തെ വിൽക്കുവാൻ തയ്യാറാകുന്നു. അത് രാഷ്ട്രീയത്തിലൂടെയാകുമ്പോൾ ജനങ്ങൾക്കൊക്കെ കാണുവാനും കഴിയുന്നു. ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞാടുമ്പോൾ ജനങ്ങൾ സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കാപട്യ മുഖങ്ങൾ തിരിച്ചറിയുന്നു. രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിന്, രാഷ്ട്രത്തിൻ്റെ സാഹോദര്യത്തിന് നമ്മെ ഒത്തുചേർക്കാൻ വേണ്ടി ഈശ്വരൻ്റെ ചൈതന്യം ആവാഹിച്ചെടുത്ത് നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി ആ നല്ല മനുഷ്യൻ്റെ ത്യാഗം എന്നും രാഷ്ട്രത്തിന് പ്രയോജനമേകും എന്ന് തന്നെ വിശ്വസിക്കാം. ഇതുപോലെയുള്ള ഒരു പ്രധാനമന്ത്രി ലോകത്തെവിടെയും ഇല്ലാത്തതുകൊണ്ട് ലോകത്തെ ശത്രു രാജ്യങ്ങൾ പോലും ഇപ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടാവും. ലോകോത്തരമായി വളർന്നു വരുന്ന ഭാരതത്തിൻ്റെ ഉന്നമനം കണ്ട് സഹിക്കവയ്യാതെ ചില രാഷ്ട്രങ്ങൾ ചെയ്യുന്ന ചെയ്തികൾക്ക് മുന്നിൽ നമ്മുടെ ചില ആസുരിക ശക്തികൾക്ക് അത് സാമ്പത്തികമായി പ്രചോദനം ചെയ്യുന്നതുകൊണ്ട് അവർ നമ്മളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചേക്കാം. ഒരു ഒറ്റയാനായ മനുഷ്യനെ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുക? അദ്ദേഹം എന്തും സഹിക്കുവാനും ക്ഷമിക്കുവാനും സന്നദ്ധതയോടുകൂടി തൻ്റെ ജീവൻ പോലും ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയാണെന്ന് കണക്കുകൂട്ടി അത് സ്വീകരിക്കുവാൻ തയ്യാറാകുമെന്ന് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ സസൂക്ഷ്മമായ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ധ്യാന നിമഗ്നത എന്ന് നാം മനസ്സിലാക്കണം. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ വൈഭവത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സമയം ഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ട് ഭഗവത് സന്നിധിയിൽ ധ്യാനത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അത് നമുക്കൊക്കെ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വിദ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം 0 എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന കാലം അതിവിദൂരമല്ല. രാഷ്ട്രത്തിൻ്റെ നിത്യത, രാഷ്ട്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഭഗവത് സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായ ആ മഹത് വ്യക്തി പ്രധാനമന്ത്രി വരുന്ന 4-ാം തീയതി അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന കാലം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഈശ്വരനിൽ നിന്നും ശക്തി ആർജിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ നിങ്ങൾ അതിനൊത്ത് പ്രാർത്ഥനാ നിരതരായി സ്വന്തം കുടുംബങ്ങളിൽ ഇരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലും. പക്ഷേ ഇതൊക്കെ വെടിഞ്ഞ് നമ്മൾ സുഖ സൗകര്യങ്ങളിൽ വിലസുമ്പോഴും അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ വിവേകാനന്ദ സ്തൂപത്തിലെ ധ്യാന മണ്ഡപത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനാ നിരതനായി ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ശക്തി. സംസ്കാര സമ്പന്നമായ ഭാരതത്തിനെ വഴികാട്ടിയാകുവാൻ ദേവലോകത്തെ ദൈവങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നമ്രശിരസ്കനായി ഇരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. ആധ്യാത്മികമായ ശക്തിയിലൂടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ, മുനിശ്രേഷ്ഠന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ നാം അവരെയൊക്കെ വിസ്മരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആസുരിക ശക്തി കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. അമ്പലത്തിൽ പോയതുകൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ ഒന്നും നാം ഒരു ഭക്തനാകുന്നില്ല, അല്ലെ ഭക്തയാകുന്നില്ല എന്ന് വിശ്വസിക്കുക. നാം ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെയാണ് ഈശ്വരീയ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അതിന് നാം സംതൃപ്തനല്ലെങ്കിൽ, അതിന് നാം സക്ഷമരല്ലെങ്കിൽ അത് ഒരിക്കലും നമ്മളിലേക്ക് കടന്നുകൂടുകയില്ല. അതിന് യോഗ്യതയുണ്ടാവണം. ആ യോഗ്യതയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രഥമ പൗരനായ പ്രധാനമന്ത്രി ധ്യാനനിരതനായി ഇരിക്കുവാൻ കാരണം തന്നെ. അദ്ദേഹത്തിന് കിട്ടിയ സാംസ്കാരിക സമ്പന്നത, അദ്ദേഹത്തിന് കിട്ടിയ മന്ത്രദീക്ഷ, ഗുരു ഉപദേശം, സാരോപദേശമൊക്കെ അദ്ദേഹം ഭാരതത്തിൽ നടപ്പിലാക്കുമ്പോൾ നാം ഒക്കെ ഒന്നും അറിയാത്ത ചില ചിരവൈരികളെപ്പോലെ അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നത് കൊണ്ടാണ് ഭാരതത്തിൻ്റെ ഉന്നമനം ചില വൈകിയാണെങ്കിലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ നാം ഒക്കെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ജന്മങ്ങളെ തീർച്ചയായിട്ടും ഉപയോഗിച്ച് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ നാം പടുകുഴിയിലേക്ക് നീങ്ങപ്പെടുമെന്ന് വിശ്വസിക്കുക. വരുന്ന 4-ാം തീയതി എന്തുമാകട്ടെ, ഭഗവത് സന്നിധിയിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും. ഭാരതത്തിൻ്റെ സാംസ്കാരിക സമ്പന്നത കൈവരിക്കാൻ അദ്ദേഹത്തിൻ്റെ
ഈ ധ്യാനം ഉപകരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.